നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SSCRTയുടെ വേൾഡ് ഹിസ്റ്ററിയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് നോക്കാം, അടുത്ത ലെസൺ ആണ് കേട്ടോ. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 1945 അമേരിക്ക എവിടെയാണ് അണുബോംബുകൾ വർഷിച്ചത്? മക്കളെ, ഇത് 3 ക്ലാസ്സുകൾ നമ്മൾ പുതിയ SSCRT ഇട്ടിട്ടുണ്ട് കേട്ടോ. പുതിയ SSCRT വേൾഡ് ഹിസ്റ്ററി ഇട്ടിട്ടുണ്ട്, അത് പഠിക്കണം. ഞാൻ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 5 മുതൽ 10 വരെയുള്ള SSCRTയില് പുതിയ SSCRTയില് വേൾഡ് ഹിസ്റ്ററി നോക്കേ വേണ്ട, പെറുക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കിതിൽ കൂടുതലായിട്ട് നോട്ട് നിങ്ങൾക്ക് കിട്ടില്ല, മനസ്സിലായോ? അതിൽ പോയിന്റ് ഇല്ല ഇനി. ഓക്കെ, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 1945 അമേരിക്ക എവിടെയാണ് അണുബോംബുകൾ വർഷിച്ചത്? പഠിച്ചു വെക്കണേ. 45 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും. 6 നമ്മൾ തിരിച്ചിടുമ്പോഴല്ലേ ഇങ്ങനെ വരിക, അപ്പൊ 6ഉം 9ഉം കേട്ടോ. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ, ഓഗസ്റ്റ് 9 നാഗസാക്കി. ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കുമ്പോൾ സഡാക്കോ സസാക്കിന് എത്ര വയസ്സായിരുന്നു? അവൾക്ക് 2 വയസ്സായിരുന്നു. നമുക്കറിയാം, ഹിരോഷിമ നാഗസാക്കിയിൽ അണുബോംബിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? എന്താണ് ആ ഒരു പിക്ചർ ആയിരുന്നില്ലേ? വലിയൊരു ഫോട്ടോഗ്രാഫർക്കിന് ആ ഫോട്ടോഗ്രാഫിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ വീണ്ടും ഒരു ചർച്ചാ വിഷയമായിരുന്നു. ആ പിക്ചറിൽ മനസ്സിലെന്നും അത് ആരാ? സഡാക്കോ സസാക്കിയാണ് അല്ലേ? എത്ര വയസ്സായി കുട്ടിയായിരുന്നു? 2 വയസ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സഡാക്കോ സസാക്കി എപ്പോഴാണ് മരിച്ചത്? 1955 ഒക്ടോബർ 25 അവർ മരിച്ചു കേട്ടോ. 55 ഒക്ടോബർ 45 കഴിഞ്ഞു. 12 വയസ്സ് അല്ലേ? 55 ഒക്ടോബർ 25 സഡാക്കോ സസാക്കി മരിക്കുകയും ചെയ്തു. കിഴക്കൻ ഏഷ്യയിലെ പസഫിക് തീരത്തുള്ള ഒരു പ്രധാന ദ്വീപ സമൂഹമാണ് ജപ്പാൻ. പ്രധാന ദ്വീപുകളാണ് ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോഗു, ക്യുഷു എന്നിവയാണ്. മക്കളെ, ഇത് വന്ന ചോദ്യമാണ് കേട്ടോ. ഹോൺഷു ഒരു ചോദ്യമാണ്. ഹോൺഷു ദ്വീപ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജപ്പാനിലാണ് കേട്ടോ. അപ്പൊ ജപ്പാനിലുള്ള പ്രധാനപ്പെട്ട ദ്വീപ സമൂഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പഠിച്ചില്ലടാ. കുറെ ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണ് എവിടത്തെന്നൊക്കെ പഠിച്ചു അല്ലേ? അതേപോലെ ജപ്പാന്റെയാണ്. ഏതൊക്കെയാണ്? ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യുഷു. നല്ല എളുപ്പമാണല്ലേടാ പഠിക്കാൻ. ക്യുഷു എന്നിവയാണ് കേട്ടോ. ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യുഷു എന്നിവയാണ് ജപ്പാൻ തീരത്തെ ദ്വീപ സമൂഹങ്ങൾ. ഇനി ജപ്പാന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? കിഴക്കൻ ഏഷ്യയിലെ പസഫിക് തീരത്തുള്ള ഒരു ദ്വീപ സമൂഹമാണ് ജപ്പാൻ. കിഴക്കൻ ഏഷ്യയിലെ പസഫിക് തീരത്തുള്ള ഒരു ദ്വീപ സമൂഹം. ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യുഷു എന്നീ 4 പ്രധാന ദ്വീപുകളിലായിട്ടാണ് ജപ്പാൻ ജനതയിൽ ഭൂരിഭാഗവും അധിവസിക്കുന്നത്. വിശാലമായ കടൽ തീരം, ഉയർന്ന മലനിരകൾ, പർവ്വതങ്ങൾ എന്നിവ ജപ്പാന്റെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളാണ്. നിരന്തരം ഭൂകമ്പങ്ങൾ, നമുക്ക് പിന്നെ പറയണോ? ജപ്പാനിലെ എന്നും ഭൂകമ്പങ്ങളാണ് അല്ലേ? അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അഭിമുഖീകരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഷിനാനോ. തെറ്റിക്കല്ലേടെ മക്കളെ. ഇനി ഇതൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ട് അയ്യോ അന്ന് പഠിച്ചതാണ് മറന്നു എന്ന് ഒരിക്കലും പറയാൻ ഇടവരരുത്. പഠിക്കുന്ന കാര്യങ്ങൾ സെറ്റാക്കി പഠിച്ചിട്ട് പോകണം കേട്ടോ. ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദി ഷിനാനോ. ഏതൊക്കെയാണ് ദ്വീപുകൾ? ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യുഷു. ലോക ഭൂപടം നിരീക്ഷിച്ച ജപ്പാന്റെ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ചൈന, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, തായ്വാൻ. റഷ്യ, ചൈന അല്ലെ? റഷ്യ, ചൈന. ഉത്തര കൊറിയ അല്ലെ? നോർത്ത് കൊറിയ, അതുപോലെ തന്നെ സൗത്ത് കൊറിയ. NCയും SCയും ദക്ഷിണ കൊറിയയും. പിന്നെ തായ്വാൻ. തെറ്റിക്കല്ലേടാ. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, തായ്വാൻ. നെക്സ്റ്റ് വൺ, പ്രാചീന കാലം മുതൽ ജപ്പാന്റെ സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്ന അയൽ രാജ്യങ്ങളാണ് ചൈനയും കൊറിയയും ട്ടോ. ഏതിലാണ്? സംസ്കാരത്തിൽ, കൾച്ചറിൽ ചൈനയും കൊറിയയും. ഇനി ഏത് രാജ്യത്തിലൂടെയാണ് ചൈനീസ് എഴുത്ത് സമ്പ്രദായം, തത്വചിന്ത, സാഹിത്യം, ബുദ്ധമതം എന്നിവയൊക്കെ ജപ്പാനിലെത്തിയത്? കൊറിയയിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പ്രാചീന കാലം മുതൽ തന്നെ ജപ്പാന്റെ സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തിയത്. അതിലാണ് സംസ്കാരം പറയുമ്പോൾ നോക്കിക്കേ, ചൈനീസ് എഴുത്ത് സമ്പ്രദായം, തത്വചിന്ത, ഫിലോസഫിയിലെ സാഹിത്യം, ബുദ്ധമതം ഒക്കെ ജപ്പാനിലെത്തിയത് കൊറിയ വഴിയാണ്. എന്താണ് കൊജിക്കി? ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന കൃതിയാണ്. 8ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൊജിക്കി ട്ടോ. ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന കൃതിയാണ്. ഏതാണ്? കൊജിക്കി. ചരിത്രവും ഇതിഹാസവും ഇടകലർത്തിയ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്.
ഇനി ജെൻജിയുടെ കഥ എഴുതിയത് ആരാണ്? മുറസാക്കി ഷിക്കുബു ആണ്. ജെൻജിയുടെ കഥ എഴുതിയത് മുറസാക്കി ഷിക്കുബു. ഇനി ഷിൻഡോയിസത്തെ കുറിച്ച് എന്താണ് ജപ്പാനിലെ ഷിൻഡോയിസം? ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസമാണ് ഇത് ഷിൻഡോയിസം. മതമാണ് ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസമാണ് ഷിൻഡോയിസം. ദൈവത്തിന്റെ പാത എന്നാണ് ഷിൻഡോയിസം എന്ന വാക്കിനർത്ഥം. ആരാധനമൂർത്തികളെ പൊതുവെ കാമി എന്നാണ് വിളിച്ചിരുന്നത്. ആരാധനമൂർത്തികളെ വിളിച്ചത് കാമി. സൂര്യദേവതയായ അമദരേസു ആയിരുന്നു ഇതിൽ പ്രധാനം. സൂര്യദേവതയുടെ പിൻഗാമിയാണ് ചക്രവർത്തിമാരെ കരുതി പോന്നത്. എന്താ അതല്ലേ, സൂര്യദേവതയുടെ പിൻഗാമിയായിട്ടാണ് ചക്രവർത്തിമാരെ കരുതിയിട്ടുണ്ടായിരുന്നത്. ഷിൻഡോയിസത്തിന്റെ തലവന്മാരായിരുന്നു ഈ ചക്രവർത്തിമാർ. അപ്പൊ ഷിൻഡോയിസം പറഞ്ഞാൽ പരമ്പരാഗത മതവിശ്വാസമാണ് ഷിൻഡോയിസം. എന്താ അർത്ഥം? ദൈവത്തിന്റെ പാത. അവിടെയുള്ള ആരാധനമൂർത്തികൾ അറിയപ്പെട്ടത് കാമി. സൂര്യദേവതയുടെ പേര് അമദരേസു. ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസം ഷിൻഡോയിസം. ഷിൻഡോ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ പാത. ഷിൻഡോയിസത്തിലെ ആരാധനമൂർത്തികളെ വിളിച്ച പേര് കാമി. ഷിൻഡോയിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത സൂര്യദേവതയായ അമദരേസു. ഷിൻഡോയിസത്തിന്റെ തലവന്മാർ അറിയപ്പെട്ടത് ചക്രവർത്തിമാർ. ജപ്പാൻകാരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അരിയായിരുന്നു. ജപ്പാനിലെ പ്രധാനപ്പെട്ട ഭക്ഷണം. വേവിച്ച് കഴിച്ചിരുന്ന ഈ ഭക്ഷണത്തെ ഗൊഹൻ എന്നാണ് വിളിച്ചിരുന്നത്. ഗൊഹൻ. ജപ്പാൻകാരുടെ പ്രധാന ഭക്ഷണമായ വേവിച്ച അരി എന്താണ് വിളിച്ചിരുന്നത്? ഗൊഹൻ. അസംസ്കൃത മത്സ്യ വിഭവമായ ഏതാണ്? സുഷി. നമ്മളെ മഞ്ജു വാര്യർ ഇത് നമ്മൾ കണ്ടിട്ടില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന് ചോദിച്ചപ്പോ കഴിച്ചപ്പോ ജപ്പാൻ പോയപ്പോ സുഷി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് മഞ്ജു വാര്യർ ഒരു ഇതിൽ പറയുന്നുണ്ട് സുഷിയാണ്, നല്ല ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാന് നമ്മൾ ഈ നോട്ട്സ് തയ്യാറാക്കുമ്പോഴാണ് അത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പൊ മത്സ്യ വിഭവമാണ് ഏത്? ജനപ്രിയ ജാപ്പനീസ് വിഭവമാണ് ഏത്? സുഷി. ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രം കിമോണോ. ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രം കിമോണോ. എന്താണ് കിമോണോ? ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രമാണ് കിമോണോ. രാജസദസ്സുകളിലാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കിമോണോ എന്ന വസ്ത്രം ഉപയോഗിക്കുന്നു. ഇനി ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ഒന്ന് പഠിച്ചോ. സാഹിത്യം ഏതാണ്? കൊജിക്കി ജെൻജി കഥ അല്ലെ. അതേപോലെ തന്നെ ഷിൻഡോയിസം പരമ്പരാഗത മതവിശ്വാസം. ഭക്ഷണമാണ് ഗൊഹൻ, ചെറുധാന്യങ്ങൾക്ക്. വസ്ത്രം ഏതാണ്? കിമോണോ. ആരായിരുന്നു ഷോഗന്മാർ? ചക്രവർത്തിയുടെ പേരിൽ ഭരണം നടത്തിയിരുന്ന സൈനിക മേധാവികളാണ് ഷോഗന്മാർ എന്ന് പറയുന്നത്. ഇനി ഷോഗൻ ഭരണം എങ്ങനെയാണ്? 12ാം നൂറ്റാണ്ടോടെ രാജ്യത്തിന്റെ ഭരണം ചക്രവർത്തിമാരിൽ നിന്ന് ഷോഗന്മാർ എന്നറിയപ്പെടുന്ന സൈനിക മേധാവികളുടെ കൈകളിൽ എത്തിച്ചേർന്നു. ചക്രവർത്തിമാരിൽ നിന്നും ആരിലെത്തി? സൈനികരിൽ. നാമമാത്ര ഭരണാധികാരിയെ തീർന്ന ചക്രവർത്തിയുടെ പേര് ഷോഗന്മാർ ഭരണം നടത്തി. 19ാം നൂറ്റാണ്ടിൽ നടത്തിയ മെയ്ജി പുനഃസ്ഥാപനം ഷോഗൻ ഭരണം ജപ്പാനിൽ അവസാനിക്കുന്നതിന് കാരണമായി. അപ്പോ ഈ ഷോഗൻ ഭരണം പറഞ്ഞ ആരാണ്? സൈനിക മേധാവികളാണ് അല്ലെ. അവർ ചക്രവർത്തിമാരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ജപ്പാനില് ഷോഗൻ ഭരണം വന്നു. ഷോഗൻ ഭരണം സൈനിക മേധാവികളുടെ ഭരണം. എന്നാൽ അതെപ്പോ? 12ാം നൂറ്റാണ്ട് കാലത്ത്. എന്നാൽ 19ാം നൂറ്റാണ്ട് അപ്പോഴേക്കും അവിടെ മെയ്ജി പുനഃസ്ഥാപനം നടന്നു. അതുകൊണ്ട് ഷോഗൻ ഭരണം ജപ്പാനിൽ അവസാനിക്കുന്നതിന് അത് കാരണമാവുകയും ചെയ്തു. ഓക്കെ. ഇനി ഷോഗൻ ഭരണകാലത്ത് ജപ്പാന് എത്ര പ്രാദേശിക മേഖലകളായിട്ടാണ് വിഭജിച്ചത്? ഷോഗൻ ഭരണകാലത്ത് ജപ്പാന് 250ലധികം മേഖലകളായിട്ടാണ് വിഭജിച്ചത്. അവയുടെ നിയന്ത്രണം ഡൈമിയോ എന്ന് അറിയപ്പെടുന്ന പ്രഭുക്കന്മാരുടെ ഭരണത്തിന് കീഴിലാക്കി. അപ്പോൾ ചക്രവർത്തിമാരുടെ ഒരു ഭരണം കഴിഞ്ഞു, സൈനികരുടെ ഭരണം കഴിഞ്ഞു, പിന്നെ പ്രഭുക്കന്മാരുടെ ഭരണത്തിന് കീഴിലാക്കി. ഡൈമിയോ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? സമുറായികൾ. ഷോഗണുകളെയും, ഷോഗൺ പറഞ്ഞാരാ? സൈനിക മേധാവികൾ അല്ലെ. സൈനിക മേധാവികളാണ്. ഡൈമിയോമാരെയും സേവിച്ചിരുന്ന യോദ്ധാക്കളുടെ വിഭാഗമായിരുന്നു സമുറായികൾ. എപ്പോഴാണ് ഷോഗൺ ഭരണം അവസാനിച്ചത്? 19ാം നൂറ്റാണ്ടിൽ നടന്ന മെയ്ജി പുനഃസ്ഥാപനത്തോടെയാണ്. ആരായിരുന്നു ഡൈമിയോകൾ? ജപ്പാനിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഡൈമിയോകൾ. ജപ്പാനിലെ ഷോഗൺ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ മെയ്ജി പുനഃസ്ഥാപനം. എന്താണ് മെയ്ജി പുനഃസ്ഥാപനം? നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ്? 1868 നടന്ന ഒരു നീക്കത്തിലൂടെ ഷോഗന്മാർ അധികാരത്തിൽ നിന്ന് ബലമായി പുറത്താക്കപ്പെടുകയും ചക്രവർത്തി സുപ്രധാന അധികാര കേന്ദ്രമായി തിരിച്ചു വരികയും ചെയ്തു. ഓക്കെ. ഇവ സൈനികരെന്താ എന്താണ് ആരാണ്? ഷോഗൺസ് അല്ലെ. ഷോഗൺസ് എന്താ ചെയ്തത്? സൈനികരായിരുന്നു അല്ലെ. ഇവർ എന്ത് ചെയ്തു? ചക്രവർത്തിമാരുടെ അധികാരത്തെയൊക്കെ പിന്തള്ളിയിട്ട് ഷോഗന്മാർ വന്നു. എന്നാൽ മെയ്ജി പുനഃസ്ഥാപനം വന്നു. അതാണ് 1868 നടന്നത്. അതിലൂടെ എന്ത് ചെയ്തു? ഈ ചക്രവർത്തിമാരുടെ അധികാരം വീണ്ടും
എന്ത് ചെയ്തു? തിരിച്ചു വരികയും ഏതോ നഗരത്തെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് അതിനെ ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പൊ ടോക്കിയോയുടെ ആദ്യത്തെ പേര് എന്താണ്? യഥോ. നമ്മൾ പറയാറില്ലേ ടോക്കിയോ. ഒളിമ്പിക്സ് നടന്നത് എവിടെ? ജപ്പാന്റെ ടോക്കിയോയിലാണ് എന്ന് പറയില്ലേ. അപ്പൊ യഥോ ആണ്, യഥോ നഗരത്തെയാണ് തലസ്ഥാനമാക്കിയിട്ട് ചക്രവർത്തിമാർ പ്രഖ്യാപിച്ചത്. ഈ യഥോ നഗരമാണ് പിന്നീട് ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ചോദ്യം വരും ട്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കയറി വരും. ഏതോ ടോക്കിയോ അല്ലെ, ഏതോ ടോക്കിയോ എന്തിനോ അല്ലെ, അങ്ങനെ പഠിച്ചോ കേട്ടോ. അപ്പൊ ഏതോ നഗരത്തെയാണ്. ഇത് മെയ്ജി പുനഃസ്ഥാപനം എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ഏതോ നഗരം പിടിച്ചടക്കി, ഏതോ നഗരത്തിനെ തലസ്ഥാനമാക്കി ജപ്പാന്റെ, ഏതോ നഗരത്തിനെ വീണ്ടും പുനർനാമകരണം ചെയ്തു ടോക്കിയോ എന്നാക്കി. അങ്ങനെ ഒരു നീക്കം നടന്നു ചക്രവർത്തിമാരുടെ. അതിനെയാണ് മെയ്ജി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. ഇനി വിദേശികളുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏഷ്യൻ രാജ്യം ഏതാണ്? സമാധാനം അല്ലേ. ജപ്പാൻ. വിദേശികളുടെ ആക്രമണത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ഇനി കമ്മോഡോർ മാത്യു പെറി ആരായിരുന്നു? മാത്യു പെറിയുടെ വരവ് ജപ്പാനെ എങ്ങനെ ബാധിച്ചു? അമേരിക്കക്കാരനായ കമ്മോഡോർ മാത്യു പെറി 1853 ജപ്പാനിലെത്തുകയും അവരുമായി വ്യാപാരാനുമതി സാധ്യമാക്കുകയും ചെയ്തു. മാത്യു പെറിയുടെ ആഗമനം ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ചു. അപ്പൊ ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ഇടയുണ്ടായ സംഭവമാണ് കമ്മോഡോർ മാത്യു പെറി എന്ന് പറഞ്ഞ അമേരിക്കക്കാരന്റെ വരവ്. ഇനി കമ്മോഡോർ മാത്യു പെറി ജപ്പാനിലെത്തിയത് 1853. ഇനി മെയ്ജി സർക്കാരിന്റെ ഭരണകാലത്ത് ജപ്പാനിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഫുക്കോഗോ ക്യോഹി സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ നയത്തിന് മെയ്ജി ഗവൺമെന്റ് തുടക്കം കുറിച്ചു. മെയ്ജി ഗവൺമെന്റ് തുടക്കം കുറിച്ചത് എന്തൊക്കെയാണ്? ഫുക്കോഗോ ക്യോഹി സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം എന്ന ആശയത്തിന് ഊന്നൽ നൽകി. രാജ്യത്തിന്റെ ശക്തിപ്പെടുത്താനായി മെയ്ജി ഗവൺമെന്റ് പുതിയ ഭരണ സമ്പ്രദായം നടപ്പിലാക്കി. 1870-കളിൽ ജപ്പാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. പാശ്ചാത്യ മാതൃകകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. രാജ്യത്തോടുള്ള കൂറിനും ജാപ്പനീസ് ചരിത്രത്തെക്കുറിച്ചുമുള്ള പഠനത്തിന് ഊന്നൽ നൽകി. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനും രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനും പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകുന്നു. വളരെയധികം നല്ല കാര്യങ്ങൾ അല്ലേ. ഇനി ഒരു ആധുനിക ദേശരാഷ്ട്രം രൂപീകരിക്കുന്നതിൽ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വിദേശാധിപത്യത്തിൽ നിന്ന് സ്വയം രക്ഷ നേടിയ രാജ്യമാണ് ഇത് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് എന്താണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലെ. ഒരു ആധുനിക ദേശരാഷ്ട്രം രൂപീകരിക്കുന്ന ജപ്പാൻ വിജയിച്ചത് എങ്ങനെയായിരുന്നു? ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി വ്യവസായങ്ങൾ ജപ്പാനിൽ ആരംഭിച്ചു. 5 പേരിൽ താഴെ മാത്രം പണിയെടുത്തിരുന്ന ചെറു തൊഴിൽശാലകൾ മുതൽ 100 കണക്കിന് തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന വൻ വ്യവസായശാലകൾ വരെ ജപ്പാനിൽ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ഒരു ആധുനിക ദേശരാഷ്ട്രം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു അവര് അല്ലേ. കാരണം 5 പേര് താഴെ മാത്രം പണിയെടുത്തിരുന്ന ചെറു തൊഴിൽശാലകൾ മുതൽ അവിടെ ഉണ്ടായിരുന്നു 100 കണക്കിന് തൊഴിലാളികൾ പണിയെടുപ്പിച്ച വൻ വ്യവസായശാലകൾ വരെ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ഒരു ആധുനിക ദേശരാഷ്ട്രം രൂപീകരിക്കുന്നതിൽ ജപ്പാൻ വിജയിച്ചു. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ക്രോഡീകരിക്കാം. കാലങ്ങളായിട്ട് ചക്രവർത്തിമാരാണ് ജപ്പാൻ ഭരിച്ചിരുന്നത് അല്ലെ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞ ആദ്യം ജപ്പാൻ ഭരിച്ചിരുന്നത് ചക്രവർത്തിമാരാണ്. എന്നാൽ 12-ാം നൂറ്റാണ്ടിൽ ജപ്പാന്റെ ഭരണം ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്നും ഷോഗൺമാരുടെ നിയന്ത്രണത്തിൽ. ഷോഗൺ പറഞ്ഞ സൈനികരായിരുന്നു അല്ലെ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ നോക്കിക്കേ, 1868 ഷോഗൺമാർ അധികാരത്തിൽ നിന്നും പുറത്തായി. 1868 1853 ജപ്പാനിലെത്തിയ മാത്യു പെറി ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിക്കുറിച്ചു അല്ലെ. ഇനി നോക്കുക, അതേപോലെ തന്നെ ചക്രവർത്തി പ്രധാന അധികാര കേന്ദ്രമായിട്ട് തിരിച്ചു വന്നു അല്ലെ. പിന്നെ നോക്കിക്കേ, ഏതോ നഗരത്തെ തലസ്ഥാനമാക്കി. പിന്നീട് അതിനെ ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്തു. ചക്രവർത്തി അധികാര കേന്ദ്രമായി തിരികെ വന്ന സംഭവമാണ് മെയ്ജി പുനഃസ്ഥാപനം. ഈ ഓർഡറിൽ പഠിച്ചു കേട്ടോ. കാലങ്ങളായിട്ട് ആരാ ഭരിച്ചത്? ചക്രവർത്തിമാരാണ് ജപ്പാൻ ഭരിച്ചത്. പിന്നീട് എന്ത് ചെയ്തു? 12-ാം നൂറ്റാണ്ടോടുകൂടി ജപ്പാന്റെ ഭരണം ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്നും ഷോഗൺമാരുടെ നിയന്ത്രണത്തിന് കീഴിലായി. ആ ഷോഗൺമാരുടെ നിയന്ത്രണത്തിന് കീഴിലായപ്പോ 1853 ജപ്പാനിലെത്തിയ മാത്യു പെറി ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിക്കുറിക്കുകയും ആ മാത്യു പെറി കാരണം കൊണ്ട് ഈ ഷോഗൺകാരെ പുറത്താക്കാനും എന്ത് ചെയ്തു? മാത്യു പെറി ജപ്പാനിലെത്തി രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിപ്പറിച്ചതുകൊണ്ടാണ് ഈ ഷോഗൺമാർ എന്ന സൈന്യ വിഭാഗത്തിനെ 1868 എന്ത് ചെയ്ത് അധികാരത്തിൽ നിന്നും പുറത്താക്കുകയും വീണ്ടും ചക്രവർത്തി പ്രധാന അധികാര കേന്ദ്രമായിട്ട് തിരിച്ചു വരികയും ഏതോ നഗരത്തെ തലസ്ഥാനമാക്കി മാറ്റുകയും പിന്നീട് അതിനെ ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചക്രവർത്തി അധികാര കേന്ദ്രമായി വന്ന സംഭവമാണ് ഇത് മെയ്ജി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. ഇനി ജപ്പാന്റെ വളർച്ചയെ
ഇപ്പൊ നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുമ്പോൾ വലിയൊരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ അതിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചത് എന്തൊക്കെയാണ്? മെയ്ജി പുനഃസ്ഥാപനത്തോടെ രാഷ്ട്ര കേന്ദ്രീകൃതമായ ദേശീയത ജപ്പാനിൽ ഉയർന്നു വന്നു. സാമ്രാജ്യം ചൈനയിലേക്കും മറ്റ് ഏഷ്യൻ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി ജപ്പാൻ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. അയൽ രാജ്യങ്ങളായ തായ്വാനെയും കൊറിയയെയും പിടിച്ചടക്കിക്കൊണ്ട് ഒരു കൊളോണിയൽ സാമ്രാജ്യം സ്ഥാപിച്ചു. ചൈനയെയും റഷ്യയെയും ജപ്പാൻ പരാജയപ്പെടുത്തി. ഇത് കൂടുതൽ യുദ്ധങ്ങളിലേക്ക് നയിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ഓർമ്മയുണ്ടോ? രണ്ടാം ലോക മഹായുദ്ധം നടന്നപ്പോഴാ 1939-45 ആ സമയത്താണ് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിക്കുന്നത്. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിക്കുന്നതിന് ഇത് കാരണമായി. കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ എപ്പോഴാണ്? 1945 ഓഗസ്റ്റ് 6 അല്ലേ? ഓഗസ്റ്റ് 6 നാഗസാക്കിയിലോ ഓഗസ്റ്റ് 9 അണുബോംബുകൾ വർഷിച്ചത് എന്തുകൊണ്ടാണ്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചുകൊണ്ടാണ്. ചോദ്യം വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ തവണ ഈ ചോദ്യം വന്നിട്ടുണ്ട്. നാഗസാക്കിയിലും ബോംബിടാൻ കാരണം ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചത് കൊണ്ടാണ് കേട്ടോ. അണുബോംബിന്റെ പ്രയോഗം ജപ്പാനിൽ അതിഭീകരമായ നാശനഷ്ടങ്ങളും കഷ്ടപ്പാടുകളും സൃഷ്ടിച്ചു. കാരണം ജപ്പാൻ വളരെയധികം സാമ്രാജ്യ ശക്തിയായിട്ട് മാറി. നമ്മൾ പറഞ്ഞു നേരത്തെ, അവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്നുള്ള വ്യത്യാസമില്ലാതെ അവരുടെ വ്യവസായശാലകൾ ഉയർന്നു നല്ല രീതിയിൽ സാമ്പത്തിക രാഷ്ട്രമായി മാറുമ്പോൾ എല്ലാവർക്കും എന്ത് കിട്ടുമ്പോഴും ഒരു അത്യാർത്ഥി ഉണ്ടാവും ഇല്ലേ? വീണ്ടും 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 നമ്മൾ പറയാറില്ലേ? എന്താണ് ഒരു അപ്പോ എന്താ പറയുക, ഒരു അത്യാവശ്യം ദുഃഖം ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകണം പറയില്ല. വീണ്ടും ആക്രാന്തം മൂത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉള്ളതും കൂടി കയ്യിൽ നിന്ന് പോകും എന്ന അവസ്ഥയാണ്. കാരണം എന്താ? ഇവര് വീണ്ടും വീണ്ടും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചൈനയിലേക്കും ഏഷ്യൻ പ്രദേശങ്ങളിലേക്കും ഒക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സാമ്രാജ്യത്വേ ചൈനയിലും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അടുത്ത അയൽ രാജ്യങ്ങളാണ് ചൈന, റഷ്യ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അവിടങ്ങളിലേക്കൊക്കെ ഇവിടെ ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. എന്നിട്ട് ഇവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. അയൽരാജ്യങ്ങളെ തായ്വാനെയും കൊറിയയൊക്കെ പിടിച്ചടക്കി അവര് വിടുവോ? ഇല്ല അല്ലെ? അങ്ങനെ ഒരു കൊളോണിയൽ സാമ്രാജ്യം സ്ഥാപിച്ചു ജപ്പാൻ. ചൈനയും റഷ്യയും ജപ്പാൻ പരാജയപ്പെടുത്തി. ഇത് കൂടുതൽ എന്ത് ചെയ്തു? ചൈനയും റഷ്യയും പിന്നെ ഒതുങ്ങിയിരിക്കോ? ഇല്ല, യുദ്ധങ്ങൾ തുടങ്ങി. അതൊക്കെ എന്താകും? വലിയ നാശനഷ്ടങ്ങളാകും. ജപ്പാൻ അമേരിക്കയുടെ വീണ്ടും അത് കഴിഞ്ഞു. വലിയ രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിക്കാൻ ശ്രമിച്ചു അല്ലെ? ആക്രമിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അമേരിക്ക നല്ല പണി അങ്ങോട്ട് കൊടുത്തു. ഹിരോഷിമയിലും നാഗസാക്കിയിലും അനുഭവം എന്താണ് അല്ലെ? നമുക്ക് ഇന്നും അതൊരു സങ്കട കടല് തന്നെയാണ് അല്ലെ? അതിലൂടെ ആ ജപ്പാൻ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അല്ലെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ അണുബോംബിന്റെ പ്രയോഗം ജപ്പാനിൽ അതിഭീകരമായ നാശനഷ്ടങ്ങളും കഷ്ടപ്പാടുകളും സൃഷ്ടിച്ചു. യുദ്ധാനന്തരം അമേരിക്കൻ അധിനിവേശത്തോടെ എന്ത് ചെയ്തു? ജപ്പാന്റെ എന്താ പറയാ സാമ്രാജ്യത്തെ തകർച്ചയ്ക്കൊക്കെ അത് കാരണമാവുകയാണ് ചെയ്തത്. ഇനി 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യ ചരിത്രത്തിൽ വലിയ ഭീകരതയ്ക്കും മാറ്റങ്ങൾക്കും കാരണമായി 2 യുദ്ധങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും. 1914-18 ഒന്നാം ലോക മഹായുദ്ധം. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം. വർഷം പഠിച്ചു വെച്ചേ വരും. ഏത് യുദ്ധത്തിലാണ് അണുബോംബ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് കേട്ടോ. ഏത് യുദ്ധത്തിലാണ് അണുബോംബ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അണുബോംബ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി ജപ്പാന്റെ പുനർനിർമ്മാണത്തെ യുദ്ധാനന്തര അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം നമുക്കറിയാം, ജപ്പാൻ എന്ത് ചെയ്തു? ഹിരോഷിമയിലും നാഗസാക്കിയിലേക്ക് അണുബോംബ് വർഷിച്ചു. അതിൽ നിന്നൊന്നും മുക്തി നേടണം അല്ലെ? അങ്ങനെ എന്ത് ചെയ്തു? പുനർനിർമ്മാണം നടക്കുകയാണ്. അപ്പൊ അങ്ങനെ അതിനെ യുദ്ധാനന്തര അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നു വീണ ജപ്പാൻ അതിവേഗത്തിൽ പുരോഗതിയുടെ പാതയിലേക്ക് തിരിച്ചു വന്നു. വ്യവസായ മേഖലയും വാണിജ്യ മേഖലയും അതിവേഗം വളർന്നു. മണിക്കൂറിൽ 200 മൈൽ വേഗതയിൽ വരെ ഓടുന്ന ബുള്ളറ്റ് ട്രെയിൻ ജപ്പാന്റെ സാങ്കേതിക വിദ്യ അപ്പൊ ബുള്ളറ്റ് ട്രെയിൻ ആദ്യം വികസിപ്പിച്ചത് ജപ്പാനിലാണ്. 1970-കളോടുകൂടി ജപ്പാൻ ലോകത്തെ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വന്നു. രാഷ്ട്രീയവും സാങ്കേതികവുമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി എങ്ങനെ ലോക സാമ്പത്തിക ശക്തികൾ ഒന്നായി മാറാം എന്നതിനെ നേർക്കാഴ്ച കൂടിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയുടെ ആദ്യ പേരെന്താ? ഏതോ ടോക്കിയോ, അങ്ങനെ പഠിച്ചോ കേട്ടോ. തലസ്ഥാനമായ ടോക്കിയോയില് 1964 ഒളിമ്പിക്സ് സംഘടിപ്പിച്ചത് ജപ്പാന്റെ മടങ്ങി വരുമ്പിന്റെ പ്രഖ്യാപനമായിരുന്നു. അപ്പോ 1964 ഒളിമ്പിക്സ് സംഘടിപ്പിച്ചത് എവിടെയായിരുന്നു? ജപ്പാനിലെ ടോക്കിയോയിലാണ്. ഓക്കെ, അങ്ങനെ ആ ലെസൺ അവിടെ കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? നോക്കട്ടെ, ഇനി ബാലൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ക്ലാസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ബാലൻസ് ക്ലാസ് വരും. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ വേൾഡ് ഹിസ്റ്ററി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടും കേട്ടോ. ഓക്കെ, വേൾഡ് ഹിസ്റ്ററി അപ്പൊ 4 ലെസണോട് കൂടിയിട്ട് വേൾഡ് ഹിസ്റ്ററി കഴിയും. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു. ക്ലാസ്സുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.